കർത്താവ് നിങ്ങളോട് കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. അബ്രഹാം ഇസഹാക്കിന്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിന്റെയും, യാക്കോബ് യൂദയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. താമാറിൽ നിന്ന് ജനിച്ച പെരേസിന്റെയും സെറായുടെയും പിതാവായിരുന്നു യൂദ. പെരേസ് ഹെസ്രോന്റെയും, ഹെസ്രോൻ ആരാമിന്റെയും പിതാവായിരുന്നു. ആരാം അബിനാദാബിന്റെയും, അബിനാദാബ് നാഹോഷിന്റെയും, നാഹ്ഷോൻ സൽമോന്റെയും പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്ന് ജനിച്ച ബോവാസിന്റെയും, ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഒബാദിന്റെയും, ഒബാദ് ജെസയുടെയും, ജെസെ ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു. സോളമൻ റഹോബോവാമിൻ്റെയും, റഹോബോവാം അബിയായുടെയും, അബിയ ആസായുടെയും പിതാവായിരുന്നു. ആസ യോസാഫാത്തിൻ്റെയും, യോസാഫാത്ത് യോറാമിൻ്റെയും, യോറാം ഓസിയായുടെയും, ഓസിയ യോധാമിൻ്റെയും, യോധാം ആഹാസിൻ്റെയും, ആഹാസ് ഹെസക്കിയായുടെയും, ഹെസക്കിയ മനാസയുടെയും, മനാസെ ആമോസിൻ്റെയും, ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു. ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യാക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ. യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിനു ശേഷം ജനിച്ച സലാത്തിയേലിൻ്റെയും, സലാത്തിയേൽ സെറബാബേലിൻ്റെയും പിതാവായിരുന്നു. സെറബാബേൽ അബിയൂദിൻ്റെയും, അബിയൂദ് എലിയാക്കിമിൻ്റെയും, എലിയാക്കിം ആസോറിൻ്റെയും, ആസോർ സാദോക്കിൻ്റെയും, സാദോക്ക് അക്കീമിൻ്റെയും, അക്കീം എലിയൂദിൻ്റെയും, എലിയൂദ് എലയാസറിൻ്റെയും, എലയാസർ മാതാൻ്റെയും, മാതാൻ യാക്കോബിൻ്റെയും പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇങ്ങനെ അബ്രാഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളാണ് ആകെയുള്ളത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തുമസിനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ തിരുപ്പിറവി ഒത്തിരി അടുത്തിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എപ്രകാരമാണ് നമ്മൾ ഈ ഒരു വലിയ തിരുനാളിന് വേണ്ടി ഒരുങ്ങേണ്ടത് എന്നുള്ള കാര്യം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്ത് ഒന്നാമത്തെ വായനയിൽ ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് കൃത്യമായിട്ടുമുള്ള ഒരു പ്രവചനം കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകത്തിൽ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയുടെ വംശാവലിയും കാണാൻ പറ്റും. കുടുംബ സമ്മേളനങ്ങളും കൂട്ടായ്മകളും ഒക്കെ ശക്തമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഒരുപോലെ കണ്ടുപിടിക്കാനായിട്ട് പരിശ്രമിക്കുന്നൊരു കാര്യമാണ് ഫാമിലി ട്രീ. തലമുറകൾ പുറകോട്ട് നോക്കുമ്പോൾ കുറേ പിതാക്കന്മാരും, പിതാക്കന്മാരുടെ പിതാക്കന്മാരും, മുത്തച്ഛന്മാരുടെയൊക്കെ പേരുകളൊക്കെ കൃത്യമായി എഴുതി അതാണ് അവരുടെ ഫാമിലി ട്രീ എന്ന് പറഞ്ഞ് അത് വരച്ച് വെച്ചിരിക്കുന്നതും പോർട്രേ ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തും ഈശോയുടെ വംശാവലി നമുക്ക് കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും ഈശോയുടെ വംശാവലിയെ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം. അത് ഈശോയെ കൂട്ടിൽ ജനിച്ച ഈശോ യഹൂദരുടെ പാർട്ടിരുന്ന ക്രിസ്തുവാണ് എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞു തരികയാണ്. മത്തായി സുവിശേഷകൻ തൻ്റെ സുവിശേഷം എഴുതുന്ന സമയത്ത് മത്തായി ശ്ലീഹായുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യം അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ പഴയ നിയമ പുസ്തകത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകം എഴുതുന്നു എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം എഴുതുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിൻ്റെ എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണം നടക്കുന്നതും അവർ കാത്തിരുന്ന അവർ ദാവീദിൻ്റെ വംശത്തിൽ പിറക്കുമെന്ന് വചനം അരുളി ചെയ്ത ക്രിസ്തു ഇതാ ഈ പുൽത്തൊഴുത്തിൽ പിറന്നിരിക്കുന്നു. അതായിരുന്നു മത്തായി ശ്ലീഹ തന്നെ ശ്രമിക്കുന്നവരോട് പറഞ്ഞു വെച്ച കാര്യം.
അതിലൂടെയൊക്കെ കൃത്യമായിട്ടും പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കണ്ടു. അതായത് യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം, അതായത് ഈശോ ആണ് ക്രിസ്തു എന്നുള്ള കാര്യം കൃത്യമായിട്ടും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെയൊക്കെ വലിയ ബോധ്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയെക്കുറിച്ചല്ല, മനുഷ്യരുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയും മനുഷ്യരെ എല്ലാം വീണ്ടും നിത്യജീവൻ അവകാശമാക്കുന്ന രീതിയിൽ അവരെ എല്ലാം വീണ്ടെടുക്കുവാനായിട്ട് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കാരിസ്റ്റീൻ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ കുട്ടികൾക്ക് വേണ്ടി അവർക്ക് ക്രിസ്മസിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് കിട്ടിയ ഒരു വലിയ പ്രചോദനം, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുട്ടികളോട് പറഞ്ഞ കാര്യമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ഈശോയാണ്. കുട്ടികളോട് പറഞ്ഞ് കുട്ടികളെ കൊണ്ട് അത് ഏറ്റു പറയിപ്പിക്കുകയൊക്കെ ചെയ്യും. കുട്ടികളോട് പറഞ്ഞ് എന്തുകൊണ്ടാണ് എൻ്റെ ഈശോ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം? കാരണം ഈ ലോകത്തിൽ കാശ് കൊടുത്തോ സ്വാധീനം കൊണ്ടോ ഒന്നും മേടിക്കാൻ പറ്റാത്ത നിത്യജീവൻ എനിക്ക് അവകാശമാക്കുവാനായിട്ട് സ്നേഹത്തോടെ എന്നെ വീണ്ടെടുത്ത എൻ്റെ ഈശോ, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ കൂടെ എൻ്റെ ഈശോ ഉണ്ട്, എന്നെ സഹായിക്കാനും എന്നെ രക്ഷിക്കാനും എന്നെ സ്നേഹിക്കാനും എന്നോട് കരുണ കാണിക്കാനും എനിക്ക് ഈശോ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ സന്തോഷത്തിൻ്റെ കാരണമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ക്രിസ്തുമസിനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലും ഈ ഒരു വലിയ സന്തോഷം നിറയണം. യഹൂദരെ പാർത്തിരുന്ന അവരെ പാപത്തിൻ്റെ മോചനത്തിൽ നിന്നും അവരെ ബാക്കിയുള്ള വേദനകളിലും കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്ന ക്രിസ്തു, അപ്രകാരം ഒരു ക്രിസ്തു ഉദയം ചെയ്തു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്തോഷത്തിൻ്റെ ഒരു രഹസ്യമായിരുന്നു. അത്രമാത്രം ആനന്ദത്തോടെ അവർ രക്ഷകൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നുവെന്ന് വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവനെ, അങ്ങനെ കാത്തിരുന്നവർക്കൊരു വലിയ പ്രത്യാശയാണ് ഈശോയുടെ ജനനം. ഇന്ന് ഈ ഒരു വലിയ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോഴും ഈശോയുടെ വംശാവലിയെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചു. ചില വാക്കുകളും ചില പേരുകളൊക്കെ വായിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും എന്തുകൊണ്ടാണ് മത്തായി സുവിശേഷകൻ ഇത്രമാത്രം ഈ ഒരു കാര്യം ഈ വചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അത്രമാത്രം വളരെ ശക്തമായ ഒരു തിരുപ്പിറവിയെക്കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കാൻ പോകുന്നത്. ഈശോയുടെ ജനനം മുതൽ അത്രമാത്രം യഹൂദന് മുഴുവനും ഒരുപോലെ പാർത്തിരുന്ന രക്ഷകനാണ് ഇതാ ഈ പുൽത്തൊഴുത്തിൽ ജനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളെ വചനം ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വിശുദ്ധ ബലിയിൽ ഈ ഒരു വചനഭാഗം ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ബോധ്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ക്രിസ്തു നമ്മുടെയൊക്കെ സ്വന്തമാണ് എന്നുള്ള ഒരു വലിയ ബോധ്യമാണ്. ആ ഒരു വലിയ ബോധ്യത്തിൽ നിറയുവാനും ക്രിസ്തുവിൻ്റെ ഒരു സന്തോഷത്തിൽ പങ്കുചേരുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറുവാനുമായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം ഈ പരിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.